നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ഇല്ലെങ്കിൽ ബ്രസീലിന് വേൾഡ് കപ്പിലൊരു സാധ്യതയുമില്ല എന്ന് പറയുന്നവരോട് തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നെയ്മർ ഉണ്ടായിട്ട് നമ്മൾ ഇതുവരെ എന്ത് നേടി? ഇതിനു മുമ്പുള്ള വേൾഡ് കപ്പുകളിലൊക്കെ നെയ്മർ കളിച്ചിട്ടുണ്ടല്ലോ, എന്ത് നേടി? ചോദിക്കുന്നത് ബ്രസീലിയൻ സ്പോർട്സ് ഹോസ്റ്റ് മെർലിയ റൂയിസ് ആണ്. അവിടുത്തെ പ്രമുഖയായിട്ടുള്ള സ്പോർട്സ് ഹോസ്റ്റാണ്. പ്രധാനപ്പെട്ട സ്പോർട്സ് മാധ്യമങ്ങളിലൊക്കെ അവരുടെ ഷോകൾ ഉണ്ടാവാറുണ്ട്. ബാൻഡിലും ബാൻഡ് സ്പോർട്ടിലും UOL-ലും അതുപോലെയൊക്കെയുള്ള പ്രധാനപ്പെട്ട അവിടുത്തെ ചാനലുകളിലൊക്കെ സ്പോർട്സ് ഷോ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരാണിപ്പോൾ വളരെ കൃത്യമായിട്ട് ബാൻഡ് FM-ൽ ഈ രൂപത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് 2009 അവരുടെ വാക്കുകളാണ്. 2009-2010 സീസണിൽ റൊണാൾഡോ, ആറിനാൻ്റെ കാര്യം വരുന്നത്, റൊണാൾഡോ കൊറിന്ത്യൻസിൽ കളിക്കുന്നുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ ഭാരം 100 കിലോ ആണ്, 1 ടൺ. എന്നിട്ട് ആ കാലത്ത് കൊറിന്ത്യൻസിനോടൊപ്പം 3 കിരീടങ്ങളാണ് റൊണാൾഡോ നേടിയത്. അദ്ദേഹം ഗോൾ അടിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആരെങ്കിലും 2010 വേൾഡ് കപ്പിന് റൊണാൾഡോയെ കൺസിഡർ ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. അത് ആരായിട്ട്? റൊണാൾഡോ ആയിട്ട് പോലും അതാരും അദ്ദേഹത്തെ ടീമിലെടുക്കണമെന്ന് പറഞ്ഞില്ല. ഫിസിക്കലി ഫിറ്റ് അല്ലെങ്കിൽ റൊണാൾഡോയെ പോലും ടീമിലെടുക്കാത്തൊരു സമയമാണത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. എന്നിട്ടിപ്പോൾ നോക്കുക, നെയ്മർ ജൂനിയർ. നമ്മൾ എന്തിന് നെയ്മർ ജൂനിയറെ കൺസിഡർ ചെയ്യണം? റൊണാൾഡോയേക്കാൾ ബെറ്റർ ഒന്നുമല്ല, അന്നത്തെ റൊണാൾഡോയേക്കാൾ ബെറ്റർ ഒന്നുമല്ല ഇപ്പോഴത്തെ നെയ്മർ ജൂനിയർ. 2010 വേൾഡ് കപ്പിന് ഗ്രാഫൈറ്റിനെയും ലൂയിസ് ഫാബിയാനോയും മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ബ്രസീൽ പോയത്. റൊണാൾഡോയെ നമ്മൾ സ്ക്വാഡിൽ എടുത്തില്ല. കാരണം അദ്ദേഹത്തിന് ആ സമയത്ത് വേൾഡ് കപ്പ് ഒന്നും കളിക്കാൻ പറ്റുമായിരുന്നില്ല. ഇപ്പോഴത്തെ നെയ്മറുടെ സ്ഥിതി അതാണ്. എന്നിട്ടും ചിലർ പറയുകയാണ് വിത്തൗട്ട് നെയ്മർ വി വോണ്ട് വിൻ എന്ന്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള, വിത്ത് നെയ്മർ വാട്ട് ഡിഡ് വി വിൻ? നമ്മൾ എന്തുണ്ടാക്കി, എന്ത് നേടി? ജനങ്ങളെ മനസ്സിലാക്കുക. ബ്രസീൽ കഴിഞ്ഞ വേൾഡ് കപ്പിൽ, കഴിഞ്ഞ 2018 വേൾഡ് കപ്പിൽ ബെൽജിയമാണ് ബ്രസീലിനെ നോക്ക്ഡ് ഔട്ട് ആക്കിയത്. ഇപ്പം ആ സമയത്ത് നമ്മളെ നോക്കൗട്ട് ചെയ്തത് ഫ്രാൻസ് അല്ല, ചാമ്പ്യന്മാരാണ് ഫ്രാൻസ് 2018 വേൾഡ് കപ്പിൽ. പക്ഷെ നമ്മളെ പുറത്താക്കിയത് ബെൽജിയമായിരുന്നു. ഇത് നോക്കുക, ക്രൊയേഷ്യക്കെതിരെയാണ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ നോക്ക്ഡ് ഔട്ട് ആയത്. ആ ക്രൊയേഷ്യയാണ് തൊട്ടടുത്ത മത്സരത്തിൽ അർജൻറ്റീന ചതച്ചരച്ച് വിട്ടത്. അപ്പോൾ നെയ്മർ ഉണ്ടായിട്ട് എന്തുണ്ടാക്കി? ഒരു വിജയം നേടിയിട്ടില്ല. അത് മനസ്സിലാക്കണം. സോ നെയ്മർ വേണം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നെയ്മർ ഇല്ലാത്തതാണ് വേൾഡ് കപ്പിന് മുമ്പ് ബ്രസീലിന് നല്ലത് എന്നാണ് മെർലിയ റൂയിസ് പറയുന്നത്. ബ്രസീലിയൻ സ്പോർട്സ് ഹോസ്റ്റാണ് ഈ അഭിപ്രായം പറയുന്നത്. എന്തായാലും ഇവിടെയുള്ള, അപ്പം അവിടുത്തെ ബ്രസീലുകാരേക്കാൾ കൂടുതൽ ഇവിടെ ബ്രസീലിനെ അറിയുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.